നമ്മള് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒരു ഗവൺമെന്റ് ജോലി. പക്ഷേ ഈ ഗവൺമെന്റ് ജോലി പ്രവേശിച്ച് 56 വയസ്സ് റിട്ടയർമെന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ചെറിയ പെൻഷനാണ്. പക്ഷെ ഈ പെൻഷനും കൊണ്ട് എങ്ങനെ ജീവിച്ചു പോകാന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള ഫ്യൂച്ചർ ലൈഫ് ഒന്നും ഇവർ ചിന്തിക്കാറില്ല. അപ്പൊ എന്താണ് ഒരു സാലറി ജോബ് എന്നും അതോടൊപ്പം തന്നെ അതിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, എനിക്കും നല്ലൊരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടെ തന്നെ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു ടീച്ചറാണ്, ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പോൾ ഒരു ടീച്ചർ ആയിരിക്കെ തന്നെ ഇന്ന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ട് ഇന്ന് വലിയൊരു ഇൻകം റിട്ടേൺ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഷഹീന റാഫി ഫ്രം മധുരം. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് ഷഹീന, മതിലകത്താണ് സ്വദേശം. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞാനൊരു എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് സാലറി വാങ്ങുക എന്നുള്ളത്. അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സാലറി കിട്ടുന്നത് മാത്രമല്ല, നമ്മുടെ റിട്ടയർമെന്റിന് ശേഷം അവിടെ നിന്ന് വീണ്ടും ഒരു പെൻഷൻ കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കാൻ കാര്യം പെൻഷൻ കിട്ടുന്ന പേരിലാണ്. പെൻഷൻ കിട്ടും. കാരണം നമുക്ക് സ്ഥിരമായിട്ടൊരു വരുമാനം, നമ്മളുടെ ഒരു റിട്ടയർമെന്റിന്റെ പരിധി കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് ഒരു ചെറിയൊരു വരുമാനം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാരണം നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നതിൽ നിന്ന് അതിന്റെ ഒരു 4% ചിലപ്പോൾ പെൻഷനായിട്ട് ലഭിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ സാറ് പറഞ്ഞു ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അസറ്റ് ഉണ്ടാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം അത് തന്നെയാണ്. കാരണം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും. ഒറ്റ കാര്യം കൂടെ, ഈ നമ്മൾ പെൻഷൻ വാങ്ങിക്കുമ്പോൾ ഈ എക്കണോമിക് ഇമ്പാക്ട് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പൊ ഷഹീന ഒരു 10-15 വർഷം കഴിയുമ്പോൾ പെൻഷൻ ആവുന്നു, അപ്പൊ കിട്ടുന്ന ഒരു ചെറിയ തുക കൊണ്ട് ജീവിച്ചു പോകാൻ പറ്റും. അതാണ് ഞാൻ സാറിനടുത്ത് പറഞ്ഞു വരുന്നത്. കാരണം ഇപ്പോ ജീവിക്കുന്ന ഒരു ജീവിതം അതിപ്പോ നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും എത്തിപ്പോകുന്നുണ്ട്. അപ്പൊ ഈ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ വരും കാലഘട്ടങ്ങളിൽ ഈ കിട്ടുന്ന എമൗണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാകും. കാരണം ഇപ്പൊ കിട്ടുന്നതിൽ നിന്ന് കുറച്ചും കൂടെ വലിയ വരുമാനത്തിൽ വ്യത്യാസമൊന്നും ഒരുപാട് വരില്ല. പക്ഷെ നമ്മുടെ ചെലവുകൾ മാറുന്നു, കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾ ഏറി വരുന്നു. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും അതിലേക്ക് എത്തിക്കാം, നമുക്ക് ഈ കിട്ടുന്ന എമൗണ്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാവും. അത് മാത്രമല്ല, അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു 56 വയസ്സ് കഴിയുമ്പോൾ റിട്ടയർമെന്റ് കാലാവധി എത്തുന്ന സമയത്ത് റിട്ടയർമെന്റ് ആയതിനു ശേഷം നമുക്ക് ഈ കിട്ടുന്ന സാലറി ഇല്ല. അവിടെ ഇതിന്റെ 1/4 മാത്രമാണ് കിട്ടുന്നത്. ആ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ജീവിക്കുന്നത് പോലെ അതുപോലെയും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റില്ല, നമ്മുടെ ഒരു കാര്യങ്ങളും നിറവേറ്റാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. കാരണം നമ്മൾ ലൈഫ് ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴേക്ക് പോവുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് വേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും. പിന്നെ സമൂഹത്തിൽ എല്ലാത്തിന്റെ മൂല്യം വർദ്ധിക്കും, പക്ഷെ പണത്തിന്റെ മൂല്യം എപ്പോഴും താഴേക്കാണ്. അപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടാവുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനപ്പുറത്തേക്ക് ഈ ഒരു സാലറി എന്നത് മാത്രമല്ല, അത് കൂടാതെ മറ്റൊരു ഇൻകം കൂടെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ ഉണ്ടാവണം, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. എങ്കിലാണ് നമ്മൾക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ലൈഫ് ഇനി ചിലവ് എത്ര കൂടിയാലും ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മറ്റൊരു ഇൻകം കൂടെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ ഈ ഒരു സമയത്ത് അതിനെ പറ്റിയ ഒരു അസറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ജോലിയിൽ കയറിയിട്ട് ഏകദേശം 10-15 വർഷത്തോളം. 15 വർഷമായിട്ട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ളത്? സത്യം പറഞ്ഞാൽ ഇപ്പൊ ജോലിയിൽ കയറിയിട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല. ഇപ്പൊ താമസിക്കുന്ന ഒരു വീടും പിന്നെ വണ്ടികളും മാത്രമാണുള്ളത്. പക്ഷെ എനിക്കിപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് താമസിക്കുന്ന വീടും വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്നൊരു മിക്ക ആൾക്കാരും എന്താണെന്ന് അറിയും, ഞാൻ ജോലി കിട്ടി വീട് വാങ്ങി, കാർ വാങ്ങി, അത് നമുക്കൊരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് അല്ല, റിട്ടേൺ ഇല്ല. അതിൽ നിന്ന് വീട് താമസിക്കാം, വാഹനം ഉപയോഗിക്കാം. എന്റെ ചോദ്യം, ഷെയ്റിന്റെ 16 വർഷത്തെ ജീവിതത്തില് ഒരു നാളെ ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? ഇൻകം ജനറേറ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത് എനിക്ക് ജസ്റ്റ് പെയ്ഡിലൂടെ ഇല്ല, അതിന് മുന്നേ എനിക്ക് ഉണ്ടായിട്ടില്ല, ഇൻകം ഉണ്ടായിട്ടില്ല. കാരണം കിട്ടുന്നതിൽ നിന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പ്രധാന കാരണം എന്താ ഞാൻ എനിക്ക് തോന്നുന്ന ആസ്പെക്ട് പറയാം. അതായത് ഇത്തരത്തിൽ റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റിനെ കുറിച്ച് അറിയില്ല.
അതറിയില്ല. ഒന്നാമത്തെ കാരണം അറിയില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ ജീവിത ചെലവ് കഴിഞ്ഞിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് ഒരുപാട് മാറ്റി വെക്കാനായിട്ട് നമ്മുടെ കയ്യിലില്ല. ഈ രണ്ട് കാരണങ്ങളാണ് നമുക്കൊരു പുതിയ അസറ്റ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് അത്തരത്തിൽ നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ വന്നിട്ടില്ല. അങ്ങനെ 3 കാരണങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പുതിയ ഒരു ഇൻകം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യാതിരുന്നതിന്റെ കാരണം അതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അത്തരത്തിലൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ സാലറി എന്നത് കൂടാതെ ഇനി സാലറി ഇല്ലെങ്കിലും എനിക്ക് ജീവിക്കാവുന്ന, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫിന് ശേഷവും ആ ഒരു പെൻഷൻ കൂടാതെയും പെൻഷൻ അല്ലാതെയും എനിക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു അസറ്റിൽ നിന്ന് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ അതൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് ബാധ്യതകളൊക്കെ വരുന്നുണ്ടാവും. പക്ഷെ ആ ബാധ്യതകൾ നീക്കിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ബാധ്യതകളും മാറ്റി നമുക്കൊരു സ്ഥിരമായി, അതായത് എൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ലോങ് മാത്രമല്ല, എനിക്ക് ശേഷം എൻ്റെ മക്കൾക്ക് കൂടി പകർന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. അപ്പൊ ഇവിടെ ഷൈന ടീച്ചറെ പോലെ തന്നെ ഒരുപാട് ടീച്ചർമാരുണ്ട്. കിട്ടുന്ന ആ ശമ്പളത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്, വേറെ നീക്കി വെക്കാനൊന്നുമില്ല. പക്ഷെ അവിടെയാണ് ഫിനാൻഷ്യൽ അഡ്വൈസറെ കുറവുള്ളത്. ഇങ്ങനെ നിന്നിരുന്ന ഷഹീനയ്ക്ക് ഇന്ന് 2 റിസോർട്ട് സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റി അല്ലെ? എങ്ങനെ? അപ്പൊ അവിടെയാണ് നമ്മുടെ പേയ്മെന്റ് മെത്തേഡും കാര്യങ്ങളും വെച്ച് നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് അത് വാങ്ങിക്കാനുള്ള ഒരു വഴി നിങ്ങൾ കാണിച്ചു. ശരിയല്ലേ? ഇന്ന് ഈ വർഷം ജോലി പോയാലും ഇല്ലെങ്കിലും അടുത്ത കൊല്ലം ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തേക്കാൾ ഇരട്ടി കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ഇൻകം ജനറേറ്റിംഗ് അസറ്റ് സ്വന്തമായി കഴിഞ്ഞു. പക്ഷേ ഇത് മിക്ക ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിനോ പറഞ്ഞു കൊടുത്താൽ അവർക്കിത് മനസ്സിലാവില്ല. ഷൈന, എന്താണ് അവരോട് ഷൈനക്ക് പറയാം? അതായത് സാർ പറയണത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ഒരു ജോലി നമുക്ക് കിട്ടി, എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ അവർ തീർന്നു. കാരണം പിന്നെ അവർക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ കൂടുതൽ പഠിക്കണമെന്നോ ആരും ചിന്തിക്കാറില്ല. കാരണം ആ നിൽക്കുന്നത് എന്താണോ, എത്തിപ്പെട്ടത് എന്താണോ, ഇപ്പൊ കുറച്ച് പഠിച്ച് ഒരു ടീച്ചറായി, ഒരു TTCയോ അല്ലെങ്കിൽ BEd ഒക്കെ കഴിഞ്ഞ് ടെറ്റൊക്കെ എടുത്ത് ടീച്ചറായി കഴിഞ്ഞാൽ അവർക്ക് അത് മതി. കാരണം ഇനി ജീവിതകാലം മുഴുവനും അത് തന്നെ ആയി എന്നാണ് എല്ലാവരുടെയും ചിന്ത. ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ആരും ചിന്തിക്കാറില്ല. പൊതുവെ ജോലിക്കാരും അങ്ങനെ ചിന്തിക്കാത്ത ഒരു കാര്യം. സ്വപ്നങ്ങളില്ലാണ്ടല്ല, അവർക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ പരിമിതപ്പെട്ടുകൊണ്ടാണ് ആ സ്വപ്നങ്ങളെ അവർ നിയന്ത്രിച്ചു വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ നിയന്ത്രിച്ചു വെച്ചിരിക്കണം. അപ്പൊ അതെ, നിയന്ത്രിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ കാര്യത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ കാണാൻ ഞാൻ ഇത്രയേ ഉള്ളൂ എന്നുള്ളൊരു സ്വയം ചിന്ത കൊണ്ടായിരിക്കാം അങ്ങനെ. പക്ഷെ ഞാൻ ചിന്തിച്ചത് അതിൽ നിന്ന് കുറച്ചുകൂടെ വേറിട്ടാണ്. കാരണം ഞാൻ ചിന്തിച്ച ഒരു കാര്യം, ഇപ്പൊ ഒരു അധ്യാപികയാണ്, അതിന്റെ ഒരു സാലറി ലഭിക്കുന്നുണ്ട്. പക്ഷെ അത്രയും മാത്രം എനിക്ക് പോരാ. കാരണം സമൂഹത്തില് ഈ ഒരുപാട് ആളുകൾ അതിനേക്കാൾ ഉയർച്ചയിൽ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സാമ്പത്തിക സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല? അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇൻകം വെച്ച് മാത്രം അത് അത്തരത്തിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ എനിക്ക് പറ്റില്ല. മറ്റൊന്നുകൂടി കണ്ടെത്തണം. അപ്പൊ കണ്ടെത്തുക എന്നുള്ളത് ഇത് തന്നെയാണ്. അതായത് കയ്യിൽ കിട്ടുന്നത് കൊണ്ട് അതിൽ നിന്ന് ഒരു നീക്കിയിരിപ്പ് വെച്ചുകൊണ്ട് ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാം. അധികം ആളുകളും ചെയ്യാത്തൊരു കാര്യം അത് തന്നെയാണ്. കാരണം കിട്ടുന്നതിന് മൊത്തമായി ഒരു മാസം ഫുള്ളായി ജീവിച്ച് തീർക്കുക. അപ്പൊ അവർക്ക് നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ ജീവിച്ച് തീർക്കാനേ ഉള്ളൂ. അതിൽ നിന്ന് ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാനോ ഒരു നീക്കിയിരിപ്പോ ഇല്ല. അപ്പൊ അങ്ങനെ ജീവിച്ച് മുഴുവനാക്കി തീർക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ആളുകൾ ജോലി ചെയ്ത് സ്ഥിരമായ ഒരു നിശ്ചിത വരുമാനം കിട്ടുന്ന എല്ലാവരും ചെയ്തു പോരുന്ന ഒരു കാര്യം. അപ്പൊ മാക്സിമം ആ ഒരു മാസം കിട്ടുന്നത് കൊണ്ട് കുടുംബം ജീവിക്കുക, അതോടൊപ്പം തന്നെ എന്തൊക്കെ എന്റർടൈൻമെന്റ് അവർക്ക് എടുക്കാൻ പറ്റോ അത് മുഴുവൻ എന്റർടൈൻമെന്റ് ചെയ്യുക, ടൂർ പോവുക, മാക്സിമം ഷോപ്പിംഗ് ചെയ്യുക, സിനിമ പോവുക, കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പോൾ തന്നെ അങ്ങനെ അത് തീർന്നു പോയി. എക്സാമ്പിൾ ആയിട്ട് 50,000 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് ഇൻക്രിമെന്റ് 10,000 കൂടുതൽ 60,000 കിട്ടിയാലും അതിനനുസരിച്ച് ചെലവ് ഒരു കൂട്ടും. അതെ, എന്ന് ഇത് തന്നെ അവസ്ഥ അല്ലെ? ഒരു ബാലൻസ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ഘട്ടം വന്നാലും ഒന്ന് ചെലവാക്കാൻ പണം ഉണ്ടാവില്ല. ആ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി, അങ്ങനെ സെറ്റ് ആയിപ്പോയി. പക്ഷെ ഇവിടെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും കുറച്ചൊന്ന് മിച്ചം പിടിച്ചാലും നമുക്ക് ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ അത്രയും ഒരു സഫറിങ് ഉണ്ട് നമുക്ക്. ആ സഫറിങ് പീരീഡ് കഴിയുന്ന ഒരു സമയത്ത് നല്ലൊരു അസറ്റിനെ ക്രിയേറ്റ്, അതിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് കിട്ടാം. അങ്ങനെ കിട്ടുമ്പോൾ ഈ പറഞ്ഞ സഫറിങ്ങിന്റെ ഒരു മറ്റൊരു അവസ്ഥ. കാരണം ലാവിഷായിട്ട് ജീവിക്കുക, ആ ജീവിക്കാനുള്ളത് ഈ സാലറിയിൽ നിന്നും അതോടൊപ്പം നമ്മൾ ഉണ്ടാക്കിയ അസറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ലൈഫ് ലോങ് ആണ്.
നമുക്ക് സാലറി കിട്ടുന്ന ഒരു പീരീഡ് മാത്രമല്ല, അത് കഴിഞ്ഞിട്ടുള്ള നമ്മളുടെ മുഴുവൻ സമയവും നമ്മളുടെ ഒരു റിട്ടയർമെന്റിന് ശേഷവും നമുക്ക് അങ്ങനെ ജീവിക്കാൻ, ഈ ലൈഫ് ലോങ് ഫിനാൻഷ്യൽ ഫ്രീഡത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ജസ്പേഡിൽ വന്നപ്പോൾ പിന്നെ സാറ് പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് ഒരു നമുക്ക് കിട്ടുന്ന മണി എങ്ങനെ അതിനെ ചെലവാക്കണം എന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ ഒരാളുണ്ടാവുക, അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് കിട്ടുന്നതിന് മുഴുവനാക്കി ചെലവാക്കാതെ നമുക്ക് കിട്ടുന്നതിനെ ഒരു 5 അക്കൗണ്ടുകളിലേക്ക് ആക്കിയിട്ട് 5 ബക്കറ്റുകളാക്കി തിരിച്ച് സെറ്റ് ചെയ്യാന്നുള്ള ഒരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട് സാർ. അപ്പോൾ ആ രീതിയിൽ നമുക്കതിനെ തിരിച്ച് 5 ബക്കറ്റുകളൊക്കെ നമ്മളുടെ എന്റർടൈൻമെന്റിനൊന്ന്, പഠിക്കാനൊന്ന്, അതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കൊന്ന്, അങ്ങനെ അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളിലേക്ക്, സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, എല്ലാത്തിലേക്കും നമുക്ക് നീക്കാൻ പറ്റണം ഒരു മാസം നമുക്ക് കിട്ടുന്നതിന്. അങ്ങനെ നീക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ കൊണ്ട് നമ്മുടെ ലൈഫിനെ സെറ്റാക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യങ്ങൾക്ക് ഇങ്ങനെ ഒരു അസറ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, സാധാരണ ഈ ഗവൺമെന്റ് എംപ്ലോയീസ് ഒക്കെ, പ്രത്യേകിച്ച് ടീച്ചർമാരൊക്കെ സ്കൂളിൽ പോവാ, ഒരു പക്ഷേ ബസ്സിലൊക്കെ ഞാൻ കിടന്ന് തിരക്കിട്ടൊക്കെ പോവാറ്. ചിലവർക്ക് ചിലപ്പോൾ സ്കൂട്ടർ ഉണ്ടാവും അല്ലെ, ചിലപ്പോൾ മാക്സിമം കൂടി വന്നൊരു മാരുതി കാറിൽ ഒതുങ്ങി നിൽക്കുന്ന ടീച്ചേഴ്സാണ് ഭൂരിഭാഗം. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാറില്ല എന്നാണ് എൻ്റെ തോന്നുന്നത്. പക്ഷേ അതിൽ വ്യത്യസ്തമാണ് ഷഹീന ടീച്ചർ. ഇന്ന് ഒരു Audi A6 സ്കൂളിൽ പോണത് അല്ലെ. എന്നാൽ ടീച്ചർ അത്തരത്തില് ഒരു സെറ്റപ്പില് ഒരു ടീച്ചർ കാര്യം ചെന്ന് ഇറങ്ങുമ്പോ ടീച്ചർക്ക് കിട്ടുന്നൊരു കോൺഫിഡൻസ് അല്ലെ, അത് എങ്ങനെ അത് ആസ്വദിക്കുന്നുണ്ട്? അതെ, സാർ പറഞ്ഞ കറക്റ്റ് ആണ്. സാധാരണ ഒരു ജോലി, ഒരു എംപ്ലോയി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രീമിയം ലെവലിലേക്കുള്ള വാഹനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, കാരണം അവർക്ക് അത് ഏൺ ചെയ്യാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ അവർക്ക് മന്ത്ലി കിട്ടുന്നത് അതിന് തികയാതെ വരും. പക്ഷെ ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്ന് മാറി ചിന്തിച്ചത് കൊണ്ട് നമുക്ക് പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രീം ഉണ്ടാക്കിയെടുത്തു. ആദ്യം തന്നെ ഒരു പ്രീമിയം വാഹനം വേണമെന്ന ഒരു ഡ്രീം, സാധാരണ ഒരു എംപ്ലോയീസ് ചിന്തിക്കാത്ത ഒരു ഡ്രീമാണത്. അത്തരത്തിലൊരു ഡ്രീം സ്വയം ഉണ്ടാക്കിയെടുത്തു. അത് നേടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ടായി. ആ ഒരു കോൺഫിഡൻസിലൂടെ പോകാൻ പറ്റി. പിന്നെ കറക്റ്റായിട്ട് ഒരു അഡ്വൈസ് കിട്ടി. അങ്ങനെ എല്ലാം കൂട്ടിച്ചേർത്തപ്പോഴാണ് ഒരു പ്രീമിയം വാഹനം വാങ്ങാൻ വേണ്ടി പറ്റിയത്. ആ പ്രീമിയം വാഹനം വാങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് അധ്യാപകർ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളാണ്. അവിടെ വാഹനം ഓടിച്ച് വരുന്ന വളരെ കുറച്ച് ടീച്ചർമാരേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരാൾ ഞാനാണ്. അപ്പൊ അത് തന്നെ പ്രീമിയം വാഹനം ഓടിച്ചു വരുന്ന വേറൊരു അധ്യാപിക അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ മാത്രം പഞ്ചായത്തിലുണ്ടോ, മുനിസിപ്പാലിറ്റിയിലുണ്ടോ? ഇല്ല ഇല്ല. ഇനി എന്റെ ചോദ്യം തൃശ്ശൂർ ജില്ലയിലുണ്ടോന്നാണ്. അതെ, അതും ചോദിക്കേണ്ട ഒരു ചോദ്യം. തീർച്ചയായിട്ടും എന്റെ അറിവിലില്ല കേട്ടോ. എന്റെ അറിവിൽ തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ ഒരു ടീച്ചർ ഒരു Audi A6 ഒരു പ്രീമിയം വാഹനം ഓടിച്ചപ്പോൾ ടീച്ചർ ഇല്ല. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, പക്ഷെ ഷഹീന ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ. അപ്പൊ സാധാരണ ടീച്ചേഴ്സ് സ്കൂൾ കഴിഞ്ഞ് വന്നു, ബാക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ, ഞാൻ ടീച്ചറല്ലേ എന്നൊരു ഭയങ്കര അല്ലെ ആ രീതിയിൽ പോകുമ്പോ ഷഹീന ടീച്ചർ വ്യത്യസ്തമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിലൂടെ വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടാക്കുമ്പോൾ സമൂഹത്തിൽ കിട്ടുന്നൊരു വാല്യൂ ഇല്ല നമുക്ക് അല്ലെ. മറ്റു ടീച്ചർമാരെ പോലെയാണ് ഷഹീന ടീച്ചർ സ്കൂളിൽ. അല്ല, അവിടെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, നമുക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പ് അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമുക്ക് അതിൽ മരണം വരെ നമുക്ക് പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും നാൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അവിടെ ഒരു കിട്ടിയ ജോലിയിൽ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ കിട്ടിയ ജോലിയിൽ അപ്ലൈ ചെയ്യുന്നത് കൂടാതെ അതിന്റെ പുറത്ത് വേറൊരു ലോകമുണ്ട്. ആ ഒരു ലോകത്തിന് അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ അത് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കിട്ടുന്നത് കൂടി പഠിക്കാൻ തയ്യാറാവണം. അങ്ങനെ പഠിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് എന്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണുന്നത്. ടീച്ചർ പറഞ്ഞ വലിയൊരു അഡ്വൈസ് ആണ്. സ്കൂളിൽ പഠിക്കുന്നത് പഠിപ്പിക്കുന്നത് അത് മറ്റൊരു ലോകമാണ്, പക്ഷെ പണം ഉണ്ടാക്കുന്നത് മറ്റൊരു ലോകത്താണ്. അവിടെ അല്ല, ഇവിടെ കൊടുക്കുന്ന വിദ്യയാണെങ്കിൽ ആ വിദ്യ കൊണ്ട് നമുക്ക് ചെറിയ രീതിയിലുള്ള പണം ഏൺ ചെയ്യാൻ പറ്റുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് കൂടുതൽ പഠിച്ചാൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ ഉള്ള ടീച്ചർമാര് കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ടീച്ചർ അത് കണ്ടു. ടീച്ചർമാരെന്ന് മാത്രമല്ല മറ്റുള്ള ഒരുവിധം എംപ്ലോയീസ് എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കുന്ന മറ്റു മേഖലകളുണ്ട്. ആ മേഖലകളെ കുറിച്ച് ശരിക്കും അജ്ഞരാണ് എല്ലാവരും. പക്ഷെ ഇപ്പൊ ഒരു ബിസിനസ് ആണെങ്കിലും ആ ബിസിനസിനെ കുറിച്ച് അറിയില്ല. നമുക്കിപ്പോ ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, നമുക്ക് ഗവൺമെന്റിന്റെ ഒരു കരിക്കുലം ഉണ്ട്, ഒരു സിലബസ് ഉണ്ട്. ആ സിലബസിലുള്ള പാഠങ്ങൾ കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, ആ ഒരു മെത്തേഡ്, ആ ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഒരു ടീച്ചർ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ അത് മാത്രം പഠിച്ചിട്ടാണ്, അത് മാത്രമാണ് നമ്മളുടെ ടൂൾസ് ആയിട്ട്
വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്, കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത്, പ്രയോഗിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് പറ്റാറില്ല. പക്ഷെ ഈ ഒരു ബിസിനസ് തലം നോക്കുന്ന സമയത്ത് ഇപ്പൊ യൂസഫലി പോലെ അതുപോലുള്ള ഒരുപാട് കോടീശ്വരന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളെപ്പോഴും പേര് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. പക്ഷെ അവരെങ്ങനെയാണ് ഇത് ഏൺ ചെയ്തത്? അവർക്ക് ഒരുപാട് വിദ്യാഭ്യാസം ഇല്ല. പക്ഷെ ഈ വിദ്യാഭ്യാസം ഇല്ലാതെയും അവർ ഒരുപാട് പണം ഏൺ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്കൂളുകൾക്ക് പോലും വലിയ വലിയ സംഭാവനകളാണ് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ അധ്യാപകരോ അല്ലെങ്കിൽ എംപ്ലോയീസോ അല്ല ഇത്തരത്തിൽ വലിയ വലിയ സ്ഥാപനങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ട് സംഭാവനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കോടീശ്വരന്മാരാണ്. എന്തുകൊണ്ട് അത്തരത്തിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക് സംഭാവനകൾ കൊടുക്കുന്ന ഒരു കോടീശ്വരനായി നമുക്ക് മാറിക്കൂടാ, അല്ലെങ്കിൽ ഒരു കോടീശ്വരിയായി മാറിക്കൂടാന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പൊ അത്തരത്തിൽ ചിന്തിച്ചപ്പോ ഇവിടെ ആ ഒരു ഇതിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്കത് പറ്റില്ല. നമ്മുടെ മേച്ചിൽപ്പുറങ്ങൾ അതിന് പുറത്തേക്കും കൂടെ ആക്കിയാൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു പണം ഏൺ ചെയ്യാനുള്ള ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. കിട്ടുന്ന ശമ്പളത്തിൽ മാത്രം ഒതുങ്ങാതെ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അത് വെറുതെ ഇരുന്നാൽ കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് പഠിക്കണം, അതിനായിട്ട് ഇറങ്ങിത്തിരിക്കണം. അങ്ങനെ ഇറങ്ങി തിരിച്ചു പഠിക്കാൻ തയ്യാറായി. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു. ഇപ്പോ അജ്ഫാന്റെ ഓണർ കുട്ടിക്ക് ഒരു പ്രോഗ്രാമിൽ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്തിട്ട് പറയുണ്ടായി, അതായത് എനിക്ക് 4ാം ക്ലാസ് ഉള്ളൂ, കൂടുതൽ പണം ഉണ്ടാക്കാൻ പഠിക്കേണ്ട കാര്യമില്ലാണ്. അപ്പൊ അന്ന് വലിയൊരു വിവാദമായിരുന്നു അല്ലെ. ഇന്ന് ഇത് ഷെയ്ൽ ടീച്ചർ പറയുമ്പോ ഇത് ഒരു റിയൽ അല്ലെ, പച്ച യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാത്ത ആളുകളാണ് ഇന്ന് സമ്പന്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും അപ്പൊ പിള്ളേരെ പഠിപ്പിക്കുന്ന കരിക്കുലവും ഇതും തമ്മിൽ ഈ കരിക്കുലത്തിൽ കുറെയൊക്കെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ കുറെയൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് ടീച്ചർ വിശ്വസിക്കുന്നുണ്ടോ? കരിക്കുലത്തിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും ശരിക്കും കുറെ മൂല്യങ്ങൾ അധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണമെന്നൊരു ചിന്താഗതിക്കാരി തന്നെയാണ് ഞാൻ. പക്ഷെ ഇവിടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പൊ അവർക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടെങ്കിലും അത് മുഴുവനായിട്ട് അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് ക്ലാസ് റൂമുകളെ മാറ്റാൻ അവർക്ക് പറ്റാറില്ല. കാരണം നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസിനെ കേന്ദ്രീകരിച്ച് തന്നെ വേണം നമ്മുടെ ക്ലാസ് റൂമുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു പാഠ്യപദ്ധതി ഉണ്ട്. ആ പാഠ്യപദ്ധതിയെ നമ്മുടെ ഒരു ടൈം, നമുക്കൊരു പീരീഡ് തന്നിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം കുട്ടികളെ ഒരു എക്സാമിനേഷൻ സെന്ററുകളിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ തയ്യാറാക്കി വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ കുട്ടികളിലുള്ള കുറേ വാസനകളുണ്ട്. അത് മുഴുവനായി പുറത്തെടുക്കാൻ നമുക്ക് പറ്റാറില്ല പലപ്പോഴും. അത് പറ്റുന്നത് അതിന് പുറത്തേക്ക് എത്തുമ്പോഴാണ്. ഇപ്പോ ഏതൊരു കുട്ടിയാണെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരിലുള്ള മുഴുവൻ കഴിവുകളും ആ പഠിക്കുന്ന കാലഘട്ടത്തിലല്ല പുറത്തു വരാം. ഒരു സർഗാത്മക കുറെ കഴിവുകളൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. പക്ഷെ അവര് ചില കുട്ടികളെ നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മളെ കൂടെ പഠിച്ചവരെ കാണുമ്പോൾ ഇപ്പൊ ഒന്നും പഠിക്കാതെ, ഇപ്പൊ എന്റെ കൂടെ പഠിച്ച ഒന്നും പഠിക്കാതെ അല്ലെങ്കിൽ വളരെ എപ്പോഴും ബാക്കിലേക്ക് പോയിരുന്ന പല കുട്ടികളും ഇന്നത്തെ കോടീശ്വരന്മാരാണ്. അപ്പൊ ഞാൻ ചിന്തിക്കും, ഞാനൊക്കെ ഒരു ആവറേജ് അതിന് മേലെ നിന്നിരുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഞാനിപ്പോ ഏൺ ചെയ്യുന്ന, ഒരു മാസം ഏൺ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നതിന്റെ 10 ഇരട്ടിയാണ് അവരൊരു മാസം ഏൺ ചെയ്യുന്നത്. അതെ, പഠിക്കാത്തവര് യെസ് അവരെ ഏൺ ചെയ്യുന്നത്. അവരിപ്പോ സമൂഹത്തിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്കൊരു വൈറ്റ് കോളർ ജോബ് ഇല്ല എന്ന് മാത്രമാണ് അവരുടെ ഒരു പോരായ്മ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വൈറ്റ് കോളർ ജോബ് ഉണ്ട്. പക്ഷെ അവർ ഏൺ ചെയ്യുന്ന അത്രയും എനിക്ക് ഏൺ ചെയ്യാനുള്ള എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് കപ്പാസിറ്റി ഇല്ലാഞ്ഞിട്ടല്ലത്, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. കാരണം ഞാൻ ചൂസ് ചെയ്തത് ഒരു വേറിട്ട വഴി ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു കാര്യം, പഠിച്ചിട്ടുണ്ട്, ഇവിടെ ഇത്രയും ഏൺ ചെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ കൂടുതൽ അവരെ പോലെ കുറച്ചുകൂടി എനിക്ക് ഏൺ ചെയ്യണം. അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് മാറാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു കാര്യം, ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ആഗ്രഹിച്ചിട്ട് നമ്മൾ ചെന്ന് പെടുന്ന ഒരു സ്ഥലം, നമ്മൾ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പലർക്കും പൊളിഞ്ഞു പോവാറുണ്ട്. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഒരു ശക്തമായ കറക്റ്റായിട്ട് ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതും വലിയൊരു താഴ്ചയിലേക്ക് പോകാറുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവനും അവരാ സാലറി കൊണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം ജോലി എടുത്ത് ഉണ്ടാക്കിയത് മുഴുവനും നഷ്ടത്തിലാവാറുണ്ട്. അപ്പൊ അത് വലിയൊരു ഇത്തരം സ്കാമുകളിൽ ചെന്ന് പെടുമ്പോൾ വലിയൊരു നിരാശയിലേക്കാണ് അവരെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അപ്പൊ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സമൂഹത്തിൽ നിന്ന് ഒരുപാട് സ്കാമുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ
നമ്മൾ ചെലവാക്കുന്ന ഒരു പണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പണം, അത് സേഫ് ആണോ എന്ന് നോക്കണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അത് സേഫ് ആണോ എന്ന് നോക്കണം. ക്യാപിറ്റൽ പ്രിസർവേഷൻ. യെസ്, ക്യാപിറ്റൽ പ്രിസർവേഷൻ. അത് സേഫ് ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് റിട്ടേൺ കിട്ടുന്നത്? ഇത് വല്ല ഏതെങ്കിലും സ്കാമുകളിൽ കൊണ്ടുവന്നിട്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ വഴിയാണോ, എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്ന വഴി കൂടെ അറിഞ്ഞിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. യെസ്, റിട്ടേൺ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ ടീച്ചർ ഒരു മതവിശ്വാസിയാണ്, അപ്പോ അങ്ങനെ അർഹതയില്ലാത്ത ഹറാമായ പൈസ ഒരു കാരണവശാലും വാങ്ങരുത് എന്നുകൂടി ടീച്ചർ പറഞ്ഞു ചിന്തിക്കുന്ന ഒരു, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് നമുക്കോ നമ്മളുടെ മക്കൾക്കോ കൊടുത്താൽ നമുക്കൊരിക്കലും അതിൽ നിന്നൊരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾക്ക് അതിൽ നിന്ന് റിട്ടേൺ ഏത് രൂപത്തിലാണ് നമുക്ക് വരുന്നത്. പിന്നെ ഈ വരുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ട കമ്പനി, നമ്മളിത് കൊടുക്കുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, അത് ജെന്യൂൻ ആയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളെ പറ്റിച്ച് പോകുന്നതാണോ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ ഒരു എന്താണ് അവർക്കുള്ള ഒരു എക്സ്പീരിയൻസ്, ഇതൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ പറയും നമുക്ക് ഇതിൽ നിന്ന്, നമ്മളിപ്പോൾ ഒരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര നാൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും, റിട്ടേൺ കിട്ടും. അപ്പൊ ഒരു പേ ബാക്ക് ഇമ്പാക്ട് നമുക്ക് അതിൽ നിന്ന് എത്ര നാള് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മളുടെ ലൈഫ് ലോങ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് മാത്രമാണോ കിട്ടുന്നത്? ഇപ്പൊ നമ്മൾ ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്, അപ്പൊ അതിൽ നിന്ന് നമുക്ക് എത്ര നാള് കിട്ടുന്നു, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കിട്ടുന്നു, അത് പലിശയാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പലിശ പ്രോത്സാഹിപ്പിക്കാത്ത ഒരുപാട് ആളുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുതിരാറില്ല. പക്ഷെ ഇവിടെ നമുക്ക് പലിശ അല്ലാതെ നമ്മൾ ചെലവാക്കുന്നതിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടണം. അവിടെയാണ് ആ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് മറ്റൊരാളുടെ കണ്ണീര് വീഴാത്ത പൈസ, അതാണ് ലാഭം. അതെ, ആ ലാഭം കിട്ടുന്നുണ്ട്, അതാണ് ശരിക്കും അർഹമായ പൈസ എന്ന് പറയുന്നത്. യെസ്. അപ്പൊ എന്തായാലും ഷഹീന ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു. അപ്പോൾ ഒരു ടീച്ചറായിട്ട് എൻ്റെ ജീവിതം ഞാൻ ഹോമിച്ച് കളയാനുള്ളതല്ല, എനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നടപ്പിലാക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടിയ പൈസയിൽ നിന്നും ചെറിയ തുക മാറ്റിവെച്ച് ഒരു വലിയ ഇൻവെസ്റ്ററായി ഇന്ന് 2 റിസോർട്ടിന്റെ ഓണറാണ്. ഇപ്പൊ എല്ലാ മാസവും മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ ടീച്ചറെ ആ അക്കൗണ്ടിലേക്ക് ഇപ്പൊ എല്ലാ 5-ാം തീയതി പണം വരുന്നുണ്ട്. അത് കിട്ടുമ്പോ അത് വരുമ്പോ ഉള്ളൊരു ആ ഒരു സംതൃപ്തി എന്താണ്? ആ ഒരു സംതൃപ്തി എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കിട്ടുന്നത്. കാരണം നമ്മളിപ്പോൾ എവിടെയെങ്കിലും താമസിക്കാനോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകുമ്പോഴൊക്കെ ഒരു റിസോർട്ടിലൊക്കെ താമസിക്കുമ്പോൾ എപ്പോഴും മനസ്സിലുള്ള ആഗ്രഹമാണ്. കാരണം ഇത്തരത്തിലൊരു റിസോർട്ട് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചിട്ടില്ല, പക്ഷെ അത് വേണമെന്ന തീവ്രമായ ഒരു ആഗ്രഹം. ഇപ്പോൾ നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ, നമ്മൾ ആഗ്രഹം തീവ്രമാണെങ്കിൽ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ്. അപ്പൊ അത്തരത്തിൽ തീവ്രമായി ആഗ്രഹിച്ചപ്പോഴാണ് എനിക്കത് നേടിയെടുക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ കാണുമ്പോൾ അത് കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്, ഇതിന്റെ ഓണർ ആരായിരിക്കും, അയാളുടെ ഏണിങ്സ് എത്രയായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഓണർ ആവാൻ പറ്റുമെന്ന് ആഗ്രഹിച്ച കാലത്തൊന്നും വിചാരിച്ചിട്ടില്ല പറ്റുമെന്ന്. പക്ഷെ അതിന് എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. അത് പഠിച്ചപ്പോഴാണ് പതുക്കെ പതുക്കെ അതിലേക്ക് എത്താൻ പറ്റി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ മാസവും ആ റിസോർട്ടിൽ നിന്ന് ഏണിങ്സ് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാറില്ല. കാരണം മറ്റുള്ള ഈ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള എംപ്ലോയീസിന് അത്തരത്തിലൊരു അസറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നായിരിക്കും എനിക്ക് ചിലപ്പോൾ പറയാനുണ്ടാവുക. പക്ഷെ എനിക്കത് ഉണ്ട് എന്നുള്ളത് കാരണം എൻ്റെ റിട്ടയർമെന്റ് ലൈഫിൽ എനിക്ക് എൻ്റെ പെൻഷൻ മാത്രമല്ല, മക്കൾക്കാണെങ്കിൽ പോലും എനിക്ക് 3 പെൺകുട്ടികളാണ്. അപ്പൊ അവർക്ക് വേണ്ട ഒരു നീക്കിയിരിപ്പും, ഇപ്പൊ അവർ ചെറിയ കുട്ടിയാണ്, ചെറിയ മക്കളാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഒരു പക്ഷെ എൻ്റെ മക്കളുടെ ഒരു വിവാഹാവശ്യമോ അല്ലെങ്കിൽ പഠനാവശ്യമൊക്കെ ഒരു പക്ഷെ എൻ്റെ റിട്ടയർമെന്റ് കാലാവധിക്ക് ശേഷവും ഉണ്ടാവും. കാരണം എൻ്റെ ചെറിയ മോള് 3-ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പൊ അവളുടെ ഒരു സമയമൊക്കെ വരുന്നത് ചിലപ്പോൾ എൻ്റെ റിട്ടയർമെന്റ് പീരീഡിന് ശേഷമായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് സാധാരണ പൊതുവെ കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് ഉള്ളതൊക്കെ വിറ്റ് പറക്കി മക്കളുടെ കാര്യങ്ങൾ നടത്താം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു അസറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എല്ലാ മാസവും എനിക്ക് ഏണിങ്സ് ഉണ്ടാവുന്നുണ്ട്. അത് ഉണ്ടാവുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നീക്കിയിരിപ്പാണെന്ന് നല്ലൊരു വിശ്വാസവും ഒരു സമാധാനം ഉണ്ട് എനിക്ക്. ആ ഒരു ടെൻഷൻ പിടിച്ച ഒരു ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പൊ ഒരു റിസോർട്ടിന്റെ ഓണർ ആയപ്പോ ടൂർ പോകുമ്പോൾ സ്വന്തം റിസോർട്ടില് എന്ന് പറഞ്ഞ് മക്കളുടെ ഒപ്പം താമസിക്കാൻ പറ്റുന്നു. അതോടൊപ്പം തന്നെ അവിടെ ആ സ്വിമ്മിംഗ് പൂളില് ഒറ്റയ്ക്ക് നീന്തി കുളിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അല്ലെ. അപ്പൊ അതൊക്കെ ഒരു സ്വന്തം റിസോർട്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു വലിയൊരു വാല്യൂ തന്നെയുണ്ട്. ഇനി മാത്രമല്ല മറ്റ് എംപ്ലോയീസ് ഒക്കെ ജോലി ചെയ്ത് ലാസ്റ്റ്
മക്കളെ കെട്ടിക്കാൻ വിൽക്കേണ്ട അവസ്ഥ അല്ലെ? അവിടെ നിന്ന് മാറിയിട്ട് അതിൽ നിന്നും ഒരു ഏണിങ്സ് കൊണ്ട് നമ്മൾ അല്ലെ, അപ്പോ ഈ റിസോർട്ട് വാങ്ങിയപ്പോ അതൊരു അഭിമാനമായിട്ട് നമുക്ക് പറയാം, റിസോർട്ടിന് ഓണാണെന്ന് പറയാം. അതിൽ നിന്ന് വാടക കിട്ടുന്നു അല്ലെ, നാളെ ഇത് വിറ്റാ കിട്ടുന്ന ഒരു വരുമാനം, ഒരു മൊത്തത്തിൽ ലൈഫിലൊരു സെക്യൂരിറ്റി കിട്ടിയ അവസ്ഥയല്ലേ ടീച്ചർ? തീർച്ചയായിട്ടും. പിന്നെ മക്കളുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇപ്പൊ വിവാഹ മാർക്കറ്റിൽ അവരുടെ ഫാമിലി, അതായത് ആണിന്റെ ആയാലും പെൺകുട്ടികളുടെ ആയാലും അവരുടെ ഫാമിലിയെ കുറിച്ചും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും അന്വേഷിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ട ഒരു നല്ലൊരു ആലോചന, അല്ലെങ്കിൽ ആ വിവാഹ മാർക്കറ്റിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന അവർക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ പാരന്റ്സിന് അത്തരത്തിലൊരു അസറ്റ് ഉണ്ടായിരിക്കും. അത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാൻ പറ്റും, എന്റെ മക്കൾ ആ ഒരു തലത്തിലേക്ക് വരുന്ന ഒരു സമയത്ത്, അത് അവരെ കുറിച്ച് അന്വേഷിക്കുന്ന ഒരു സമയത്ത് അവരും ഇതുപോലെ ഓണർമാരാണ്, ഈ റിസോർട്ടുകളുടെ ഓണർമാരാണ്. സാറിന് തെറ്റുപറ്റി 3 റിസോർട്ടിന്റെ ഓണറാണ്, 3 റിസോർട്ടിന്റെ ഓണർമാരാണ്. അപ്പൊ 3 മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു നീക്കിയിരിപ്പ് കറക്റ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൂടെ അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ മക്കളുടെ ആണെങ്കിലും ആ ഒരു വിവാഹ കമ്പോളങ്ങളാണ് ഇന്നിപ്പോ നിലവിലുള്ളത്. അവിടെ എത്തുന്ന ഒരു സമയത്ത് അവർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടുള്ളൂ. യെസ്, അത് നമുക്ക് നല്ല അസറ്റ് വരുന്നു, നമുക്ക് റെപ്യൂട്ടേഷൻ കിട്ടുമ്പോൾ നല്ല ബന്ധങ്ങൾ കിട്ടും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോശം വീട്ടിലേക്ക് എത്തിച്ചു വിട്ടേ കഴിഞ്ഞാൽ മക്കളുടെ ഭാവി പോയില്ലേ? എന്തൊക്കെ എഫേർട്ട് എടുത്തിട്ട് എന്താ കാര്യം? ഓക്കെ, എന്തായാലും റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്തു അല്ലെ? അപ്പൊ എന്തായാലും ടീച്ചർക്ക് ഇനി മുന്നോട്ടുള്ള സമയത്തും ഇതേപോലെ അല്ലെ, ഷഹീന ടീച്ചറെ പോലെ തന്നെ ഒരുപാട് ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്. അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ച് അവസാനം 56 വയസ്സിൽ ഒന്നുമല്ലാതെ റിട്ടയർമെന്റ് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ചെറിയ പെൻഷൻ കൊണ്ട് മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ട അവസ്ഥ, ആ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കണമെങ്കിൽ ഷഹീന ടീച്ചറെ പോലെ നിങ്ങൾക്കും ഒരു ഓണർ ആവാം. നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. ഓക്കെ, താങ്ക് യു.